ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ പുറത്ത് പോയിട്ടൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വേഷം നോക്കിക്കോളൂ. അമ്പലത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇന്നും പോകുന്നത്. ഇതിപ്പോൾ 4 ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ആണ്, ശിവരാത്രിയായ അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് എഡിറ്റിങ് ചെയ്യാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഇത് പോകുന്നത് നമ്മളെ ശിവരാത്രിക്ക് ഒരു ശിവൻ്റെ ക്ഷേത്രത്തിൽ താലപ്പൊലി പോലെ കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്, അതിന് പോകുന്നതാണ്. പണ്ടേ എൻ്റെ അച്ചമ്മയൊക്കെ ഉള്ള സമയത്തേ ഉള്ളതാണിത്. അപ്പോൾ മോളായി കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് ജയിപ്പിക്കുന്നുണ്ട്. അമ്മയും ഞാനുമാണ് പോകുന്നത്. അപ്പോൾ ഇത് നേരെ കാണുന്നതാണ് ക്ഷേത്രം. പക്ഷേ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കയറുന്നില്ല, തളിക എടുത്തിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കയറുക. അപ്പോൾ തളിക എന്ന് പറയുന്നത് നമ്മളെ താലപ്പൊലിക്ക് കൊണ്ടുപോകുന്ന ആ തട്ട്. അപ്പോൾ അത് ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കൊണ്ടുപോവുക. ഈ കോമരത്തിൻ്റെ തലകുത്തുന്ന വാള് ഈ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെയാണ് ഈ തളികയും കൊണ്ടുപോകുന്നത്. ഇത് പണ്ട് അച്ചമ്മയൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ്റെ കുഞ്ഞിലേ ഉള്ള ഒരു ആചാരമാണ്. ഇപ്പോൾ ഞങ്ങളും ഇത് പറ്റുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാളൊക്കെ ഏട്ടൻ വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ ഏട്ടനല്ല, അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏട്ടനാണ്. ആദ്യം ഈ ചേട്ടൻ്റെ അച്ഛനായിരുന്നു ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളും ഏട്ടൻ്റെ ഭാര്യയും എല്ലാം ഉണ്ട്, മൂത്തയും ഏച്ചിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഏച്ചിയും കൂടി ഉണ്ടായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചീൻ്റെ മക്കളെ കൊണ്ട് എടുപ്പിക്കുക വീഡിയോ എന്ന്. പക്ഷേ ചേച്ചിയും വന്നില്ല, ചേച്ചീൻ്റെ മക്കളും ഇല്ല. അപ്പോൾ തളിക എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തളികയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. പ്രധാനമായിട്ട് അവില്, പിന്നെ പഴം, അടുക്കമ്പഴം, പിന്നെ ശർക്കര, പിന്നെ കൽക്കണ്ടി, മുന്തിരി, ചന്ദനത്തിരി, പിന്നെ ചിലർ തട്ടിൽ തേങ്ങ വെക്കും, ഫ്രൂട്ട്സ് വെക്കും. അതൊക്കെ ഓരോരാളുടെ ഇഷ്ടം. പിന്നെ പഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് ഈ വാളിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് സമയം പൂജക്കായിട്ട് വെച്ച് കൊടുക്കും. ഈ സമയത്ത് തന്നെ അമ്പലത്തിൽ നിന്ന് ആൾ വന്നിട്ട് ചോദിക്കും, നിങ്ങളെല്ലാവരും വന്നോ, അവിടെ നാളെ അയക്കാറായോ? ചെണ്ടയും വാദ്യം എല്ലാം വരും നമ്മളെ കൂട്ടിയിട്ട് പോവാൻ. അപ്പോൾ ഒരാളും കൂടി വരാനുണ്ടായിരുന്നു, അവർക്ക് വെയിറ്റ് ചെയ്യാണ്. ബാക്കി എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോമരങ്ങൾ വന്നിട്ട് വാളെടുത്തിട്ട് പോകുമ്പോൾ കൂടെ പോവുകയും ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ചെണ്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചന്ദനത്തിരിയിൽ തീ കത്തിക്കുകയാണ്. അപ്പം അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. അന്ന് എടുത്തപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ തോന്നി. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വാളിൻ്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ കോമരങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂടെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് ഞാൻ ഈ മറ്റേ തുലാഭാരം ചെയ്യുന്ന ആ തൊട്ടിൽ കണ്ടപ്പോഴേ എനിക്ക് കഴിഞ്ഞ വർഷം മോളെ ഇവിടെ തുലാഭാരം ചെയ്തിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.